പെറ്റ് സ്റ്റോപ്പ് ബൈ ഡോക്ടർ ബീനിയിലേക്ക് സ്വാഗതം. പല പെറ്റ് ഓണേഴ്സും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ വാങ്ങിയൊരു ലാബ്രഡോർ നായക്കുട്ടിയായിരുന്നു, പക്ഷേ അവൻ വളർന്നു വന്നപ്പോൾ ലാബിൻ്റേതായ യാതൊരു സാമ്യവും ഇല്ലല്ലോ ഡോക്ടറെ, അതെന്താ പറ്റിയത്? ഇങ്ങനെ നിരവധി സംശയങ്ങൾ പലപ്പോഴും നായക്കുട്ടിയെ വാങ്ങിക്കഴിഞ്ഞ് നായ വളർന്നു വരുമ്പോൾ നായ വളർത്തലുകാർ അല്ലെങ്കിൽ അരുമ മൃഗസ്നേഹികൾക്ക് ഉണ്ടാകാറുണ്ട്. ഇതിനെക്കുറിച്ചാണ്, ഒരു നല്ല നായക്കുട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. അപ്പോൾ നാം ഒരു നായക്കുട്ടിയെ വാങ്ങുവാൻ പോകുന്ന സമയത്ത് ആദ്യം തന്നെ നാം നോക്കേണ്ടത് നമുക്കതിനുള്ള ഭൗതിക സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. അതായത് നല്ല മുറ്റമുണ്ടോ, ചുറ്റുമതിലുണ്ടോ, അതോ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത്, അയൽക്കാർക്കതൊരു ഉപദ്രവമാകുമോ, ഇതെല്ലാം ആദ്യമായി നാം ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് ഒരു നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിനേക്കുള്ള അടുത്ത പടിയിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാം ഒരു നായക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ അടുത്തുള്ള ഒരു കെന്നൽ ക്ലബ്ബുമായോ അല്ലെങ്കിൽ സ്ഥലത്തെ വെറ്റിനറി ഡോക്ടറുമായോ ബന്ധപ്പെട്ടാൽ അവർക്ക് നിങ്ങളെ നല്ല ഒരു ബ്രീഡറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു നല്ല പെറ്റ് ഷോപ്പിലേക്കോ നിങ്ങളെ പറഞ്ഞു വിടുവാൻ അവർക്ക് കഴിയും. അവരുടെ സാങ്കേതിക സഹായം, അവരുടെ ഉപദേശങ്ങളും ഒക്കെ ഇത്തരത്തിലൊരു നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. അടുത്തതായി നാം ആലോചിക്കേണ്ടത്, നാം വാങ്ങുന്ന നായക്കുട്ടി ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ എന്നുള്ളതാണ്. അതിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വലിയ ഇനത്തിലുള്ള വലിയ ശരീരഭാരമുള്ള വലിപ്പമുള്ള നായയാണോ, അതോ ഇടത്തരം ശരീരവലിപ്പമുള്ളവയാണോ, അതോ തീരെ ചെറിയ ശരീരവലിപ്പം ഉള്ളവയാണോ എന്നുകൂടി നാം തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നാം ആലോചിക്കണം അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കണം, നായയ്ക്ക് രോമം കൂടിയ ഇനത്തിലുള്ള നായവർഗത്തെ വേണോ, അതോ രോമം തീരെ കുറവുള്ള തരത്തിലുള്ള നായവർഗത്തെ വേണോ എന്നുള്ള കാര്യവും നാം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമെത്തിയാൽ നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കെന്നൽ ക്ലബ്ബുകാരുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടിയോ ഒരു നല്ല ഒരു ബ്രീഡറിൻ്റെ അടുത്ത് പോയി നല്ല വംശശുദ്ധിയുള്ള നായക്കുട്ടികളെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ നല്ല വംശശുദ്ധിയുള്ള നായക്കുട്ടിയെ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അമ്മയും അച്ഛനും രക്തബന്ധമുള്ള നായകളാണെങ്കിൽ അത് ഇൻബ്രീഡിങ്ങിന് കാരണമാവുകയും ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ഒഴിവാക്കുന്നതിനാണ് നാം ഒരു നല്ല ബ്രീഡറിൻ്റെ അടുത്ത് ചെന്ന് ഇതിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല, നാം ആലോചിക്കേണ്ടത്, നാം കൊണ്ടുവരുന്ന ഈ നായക്കുട്ടി നമ്മുടെ കുട്ടികളുമായും വീട്ടിലുള്ളവരുമായും ഒക്കെ നല്ല രീതിയിൽ ഇടപഴകുന്നതാണോ എന്നുകൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ നായക്കുട്ടികളെ തിരഞ്ഞെടുക്കുവാൻ. നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അമ്മയോടൊപ്പം പാല് കുടിച്ച് കിടക്കുന്ന ഒരു നായക്കുട്ടിയെ ആയിരിക്കും കാണുക. 45 മുതൽ 65 ദിവസം വരെ ദിവസങ്ങൾക്കിടയിലുള്ള നായക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 45 ദിവസത്തിന് മുമ്പ് അത് അമ്മയോടൊപ്പം കിടന്നെങ്കിൽ മാത്രമേ അമ്മയുടെ മുലപ്പാലിൽ നിന്നും കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്ന കൊളസ്ട്രം എന്നുള്ള പാൽ, അമ്മയുടെ കന്നിപ്പാൽ കുട്ടിക്ക് കിട്ടുകയുള്ളൂ. ഇത് പിന്നീടുള്ള കുട്ടിയുടെ രോഗബാധാ സാധ്യത കുറയ്ക്കുന്നു. അതിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഇത്തരത്തിലുള്ള കൊളസ്ട്രം അതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 45 മുതൽ 65 ദിവസം മാത്രം പ്രായമുള്ള നായക്കുട്ടികളെ മാത്രമേ നമ്മൾ എടുക്കുവാൻ പാടുള്ളൂ. പലപ്പോഴും പല കുട്ടികളും വീടുകളിലൊക്കെ പ്രസവിച്ച് കിടക്കുന്ന നായ്ക്കുട്ടികളെ കാണുമ്പോൾ വീട്ടുകാർ തന്നെ ഒരുപക്ഷെ അവർക്ക് കണ്ണു വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗിഫ്റ്റായും മറ്റും സമ്മാനമായും മറ്റും കുട്ടികൾക്ക് നായക്കുട്ടികളെ കൊടുക്കാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 45 മുതൽ 65 ദിവസം വരെ പ്രായമുള്ള നായക്കുട്ടികളെ വേണം നാം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരു നല്ല നായക്കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നല്ല ഒരു നായക്കുട്ടിയാണെങ്കിൽ നല്ല പ്രസരിപ്പോടെ, ഉത്സാഹത്തോടെ, നല്ല തിളക്കമുള്ള കണ്ണുകളോടുകൂടി ഓടി നടക്കുന്നവയായിരിക്കും. നാണം കുണുങ്ങിയായി ഒരു മൂലയിൽ പതുങ്ങിയിരിക്കുന്ന നായക്കുട്ടികളെ നമ്മൾ ഒരു കാരണവശാലും എടുക്കുവാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളോടൊപ്പം കളിക്കാനും നല്ല ഓമനത്വവും
സൗന്ദര്യവുമുള്ള മുഖവുമുള്ള ഒരു നായക്കുട്ടിയെ വേണം നാം തിരഞ്ഞെടുക്കേണ്ടത്. ചിലപ്പോൾ ഒരു പെണ്ണായ പ്രസവിച്ചു കിടക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആ കൂട്ടത്തിലുള്ള നായക്കുട്ടികളിൽ അതിൻ്റെ വലിപ്പത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അല്പം വലിപ്പം കുറഞ്ഞാൽ പോലും നമുക്ക് നല്ല ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള നല്ല തിളക്കമുള്ള കണ്ണുകളും പ്രസരിപ്പോടും ഓമനത്വവും ചന്തവുമുള്ള നായക്കുട്ടിയാണെങ്കിൽ നമുക്ക് അല്പം ചെറുപ്പം തോന്നുന്ന നായക്കുട്ടിയെ തിരഞ്ഞെടുത്താലും കാലക്രമേണ അത് വളർന്ന് മറ്റു നായക്കുട്ടികളോടൊപ്പം ആയിക്കൊള്ളും. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതിൻ്റെ കണ്ണുകളിൽ നിന്നും എന്തെങ്കിലും ദ്രാവകമോ കണ്ണിൽ പീളയോ മറ്റോ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ, മൂക്കിൽ നിന്നും എന്തെങ്കിലും സ്രവം ഒഴുകി വരുന്നുണ്ടോ, ചെവിക്കകത്ത് ചെവിക്കായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ദ്രാവകം ഒഴുകി ഇറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നായയുടെ ചർമ്മം നല്ല അയഞ്ഞ ചർമ്മവും അതുപോലെ നല്ല തിളക്കമുള്ള രോമവുമുള്ള നായക്കുട്ടിയെ വേണം നമ്മൾ ഈ കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ കാൽ വിരലുകൾ എണ്ണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് എണ്ണം കൃത്യമാണോ എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തണം. നായക്കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരു നായക്കുട്ടിയുടെ മോണയും നാക്കും പിങ്ക് നിറത്തിൽ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം വാങ്ങുന്ന ബ്രീഡർ അല്ലെങ്കിൽ ആ പെറ്റ് ഷോപ്പിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ബ്രീഡിംഗ് വിവരങ്ങൾ, അതായത് നായയുടെ അമ്മയുടെയും അച്ഛൻ്റെയും സംബന്ധിച്ചുള്ള, അതായത് വംശത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചറിയണം. അതുപോലെ വാക്സിനേഷനുകൾ എല്ലാം കൃത്യമായി 45 മുതൽ 65 ദിവസം വരെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ 45 ദിവസത്തിന് ശേഷമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നായക്കുട്ടിക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയണം. അതുപോലെ തന്നെ പ്രധാനമാണ് നായക്കുട്ടിക്ക് വിരമരുന്ന് നൽകിയിട്ടുണ്ടോ എന്നുള്ളതും നാം ചോദിച്ചറിയണം. അതുപോലെ നായക്കുട്ടിക്ക് എന്തൊക്കെ ആഹാരമാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യവും കൂടി നാം ഈ ബ്രീഡർ അല്ലെങ്കിൽ ഈ നായ ഉടമസ്ഥനോട് ചോദിച്ചറിയുകയും വേണം. കാരണം നാം വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് നായക്കുട്ടിക്ക് പെട്ടെന്ന് ആഹാര രീതിയിൽ ഒരു മാറ്റം വരുത്തിയാൽ ഒരു പക്ഷേ അത് അതിന് ദഹനക്കേടിനും വയറിളക്കം, ഛർദിൽ തുടങ്ങിയ മറ്റ് രോഗങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ടാണ് എന്ത് ആഹാരമാണോ നായക്കുട്ടിക്ക് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം വിശദമായി തന്നെ ചോദിച്ചറിയണം. കഴിയുന്നതും നായക്കുട്ടികളെ രാവിലെയോ വൈകുന്നേരമോ ശാന്തമായ അന്തരീക്ഷത്തിൽ വേണം നായക്കുട്ടികളെ നമ്മളുടെ വീടുകളിലേക്ക് എത്തിക്കുവാൻ. കഴിയുമെങ്കിൽ ബ്രീഡറുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പെറ്റ് ഷോപ്പിൽ നായക്കുട്ടിയെ വാങ്ങാൻ പോകുമ്പോൾ ഒരു ചെറിയ തുണിക്കഷ്ണം കൂടി കയ്യിൽ കരുതിയാൽ ആ പ്രസവിച്ച തള്ളയുടെ സമീപത്തെ ഈ തുണി കൂടി ഒന്നെടുത്ത് വെച്ചാൽ അല്പനേരം അതിനുശേഷം ഈ തുണി നമ്മുടെ നായക്കുട്ടിയോടൊപ്പം കൊണ്ടുവന്നാൽ പലപ്പോഴും നമുക്കറിയാം നായക്കുട്ടികൾ അമ്മയിൽ നിന്നും വേർപെടുത്തി കഴിഞ്ഞാൽ രാത്രിയിൽ നിർത്താതെ കരയും. കാരണം അവയെ അമ്മയിൽ നിന്നും വേർപെടുത്തതിൻ്റെ ആ ഒരു അരക്ഷിതാവസ്ഥ കൊണ്ടാണ് ഈ നായക്കുട്ടികൾ കരയുന്നത്. ഇത് ഒഴിവാക്കുന്നതിനാണ് പറ്റുമെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ തുണിക്കഷ്ണം കൂടി കൊണ്ടുപോയി അമ്മയുടെ ഒരു മണം ആ തുണിക്കഷ്ണത്തിൽ ഉണ്ടാവും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നായയ്ക്ക് ഒരു സുരക്ഷിത ബോധം ഉണ്ടാവുന്നതിനും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി സഹായിക്കുന്നതാണ്. നായക്കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിനകത്തെ തടി കൊണ്ടുള്ള ഒരു ചെറിയ പെട്ടിയിലോ അല്ലെങ്കിൽ ബോക്സിലോ നമ്മളതിനെ സൂക്ഷിക്കുന്നതായിരിക്കും. കൂട്ടത്തിൽ തന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗിൽ രാത്രിയൊക്കെ ആകുമ്പോൾ അത് കരയും. കാരണം അമ്മയുടെ ചൂട് ഏറ്റുകിടന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരു ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളം നിറച്ചിട്ട് ഒരു ടവലിൽ പൊതിഞ്ഞ് നായക്കുട്ടിയോടൊപ്പം ഈ ഒരു തടിപ്പെട്ടിക്കകത്തോ അല്ലെങ്കിൽ അത് കിടക്കുന്ന പരിസരത്തോ പൊതിഞ്ഞു വെച്ചാൽ ഇളം ചൂടേറ്റ് ഈ നായക്കുട്ടി സുഖകരമായി ഉറങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി നല്ല ഇനം ഒരു നായക്കുട്ടിയെ തിരഞ്ഞെടുത്താൽ അവൻ മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി നമ്മളോടൊപ്പം നമ്മുടെ വീടിൻ്റെ കാവലാളായി മാറുകയും ചെയ്യും.